ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 മണി സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ തോർന്ന് വരുന്നുണ്ട്. അപ്പോൾ അമ്മ ഈ ഒരു ടൈമിൽ ചായക്ക് കടി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ചക്കയാണ് വറുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാവിൽ തന്നെ ഉണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മളതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ ചക്ക വറുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അമ്മൻ്റെ ചക്കയൊക്കെ നന്നായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് നല്ലത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോഴാണ് ആ ഒരു കളർ കിട്ടുക. പക്ഷേ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാദാ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും പിന്നെ ഗരം മസാലയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അമ്മേൻ്റെ ചക്ക വറുത്തതൊക്കെ റെഡിയായി വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ആ ചിക്കനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണ്ട. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയാണെങ്കിൽ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നല്ല ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേവിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചുവന്നമുളക് ഒരു 10 എണ്ണം എടുത്തിട്ട് മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. ചുവന്നമുളക് അല്ലെങ്കിൽ പിരിയമുളകാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിരിയമുളക് എടുക്കുകയാണെങ്കിൽ ഒരു 20 എണ്ണം എടുക്കാതെ, എരിവ് കുറവായിരിക്കും. അതുപോലെ കളറും പിന്നെ ടേസ്റ്റിനും കൂടുതലായിട്ട് ആളുകൾ അതാണ് യൂസ് ചെയ്യുക. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ചുവന്നമുളക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 10 എണ്ണം എടുത്തിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി തോല് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കൂടുതൽ ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൊറോട്ടയും ഇതും കൂടിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി കൂടുതലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കിയുള്ള എണ്ണയിലേക്ക് ഇതുപോലെ നന്നായി കട്ട് ചെയ്തിട്ട് ഓനിയൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചുവന്നമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ അത് ഇതിൻ്റെ കൂടെ തന്നെ നന്നായി ഫ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചുവന്നമുളക് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. സാധാരണ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ചുവന്നമുളക് ഇട്ട് കൊടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു ചുവന്നമുളകാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. പക്ഷേ നല്ലൊരു കളറും ഇതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടുള്ള വെള്ളമാണ് ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടും പൊറോട്ടയും കൂടി കഴിച്ചിട്ട് മോനും മോൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്